പിന്നെ ഇതേ കോഴിക്കോട് എത്തി ഞാൻ എൻ്റെ യുദ്ധങ്ങൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോണേക്കാൻ മുന്നേ കഴുകാട്ട കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചു. പിന്നെ ഇതാ അരിയൊക്കെ കഴുകി ഇട്ടുട്ടോ. പിന്നെ പത്തിരിയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരി ആദർശേന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദർശേന് അത് വേഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചുട്ടോ. പിന്നെ ചെറുപയർ കറിയാണ് പത്തിരിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നേരെ അടിച്ചൊരു തുടയ്ക്കാൻ വേണ്ടി നിന്നുട്ടോ. എല്ലാ റൂമിലും പൊടി മാറാലിയൊക്കെ ആയിട്ട് ആകെ വൃത്തിയായിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗവും ഇതേ ഓരോ സ്ഥലം ഇങ്ങനെ അടിച്ചൊരു തുടയ്ക്കുക, ബാത്റൂം കഴുകുക, അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ റൂമത്തെ ഈ ഒരു ബെഡ്ഷീറ്റ് കുറച്ചായി വിരിച്ചിട്ട് അപ്പോൾ അതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ജനലൈമൊക്കെ നിറച്ച് പൊടി. അങ്ങനെ അതും മാറാലിയും അവിടത്തൊക്കെ തട്ടി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഫുൾ സെറ്റാക്കി. ഈ റൂം മാത്രമല്ല ബാക്കി 2 റൂം കൂടി ഉണ്ട്. ആ റൂമിലത്തെ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റാണ്ടായില്ല. അത് എടുത്ത് വിരിച്ചതായിരുന്നു. സ്റ്റെപ്പിലൊക്കെ നിറച്ച് പൊടി പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എത്ര പൊടിയാവണേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ പോകണം ഇവിടെ ഫുൾ അടിച്ചൂരി കുറച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ഇവിടെ ഇല്ലാഞ്ഞിട്ട് വന്നോണ്ടാണോ എനിക്ക് അറിഞ്ഞൂടേക്ക് ഇവിടെ വൃത്തിയില്ല, നിറച്ച് പൊടിയാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ കേട്ടോ. എത്ര അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടും എനിക്കൊരു തൃപ്തി അങ്ങോട്ട് തോന്നണില്ല കേട്ടോ. പിന്നെ ഇതേ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ നമുക്ക് കറി വെക്കാണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ചിക്കൻ ഉണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദർശയുടെ. അപ്പോൾ ചിക്കൻ കറി വെക്കാനുള്ള എല്ലാ സംഭവം സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ദാഹിച്ചിട്ട് മനസ്സിൽ തൊണ്ടൊക്കെ എന്തോ വെറ്റിപ്പോണ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഇതേ കറിയൊക്കെ വെച്ചു. പിന്നെ ഇതേ സിങ്കൊക്കെ കഴുകി. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ അടുക്കളയൊക്കെ അടിച്ചോരി തുടച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടോ. പിന്നെ ഇത് കണ്ടു വേണമെങ്കിൽ മുറ്റടിക്കാൻ പോകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച കാര്യം. നിന്റെ മോളിൽ എന്ന് വെച്ചാൽ ഈ സംഭവം നിറച്ച് വീണ്ടുണ്ട്. ഇതിന്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അറിയണവര് കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് മുറ്റടിക്കാന്ന് വെച്ചാൽ വലിയ മുറ്റാണ്, അത്യാവശ്യത്തിന് അടിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചോരി ലാസ്റ്റാണ് ഞാൻ ഉമ്മറൊക്കെ അടിച്ചോരി തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണേൽ ഞങ്ങൾക്ക് ബാങ്കിലേക്ക് പോകാൻ വേണ്ടി. വീട്ടിലെ പണികൾ കഴിഞ്ഞപാട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. കുളിച്ചാലും ഞാൻ ഇങ്ങനെ വേർത്തോണ്ടേ എന്റെ മുഖം ഇങ്ങനെ നന്നായി വേർക്കും ഗൈസ്. എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല. പിന്നെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ പൊന്നൂസ് പുറത്ത് പോയി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനും കൂട്ടിയിട്ട് ഞങ്ങൾ ബാങ്കിൽ എത്തിയിട്ടോ. പിന്നെ ഈ ഫോം ഫില്ല് ചെയ്യാൻ ആദർശേട്ടൻ എനിക്ക് തരികയില്ല. ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും ആദർശേട്ടൻ എന്നോട് ഫോം ഫില്ല് ചെയ്യാം. നല്ല ഹാൻഡ് റൈറ്റിംഗുള്ളതിന്റെ അഹങ്കാരമായിരിക്കൂലേ. അങ്ങനെ ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ ദൃശ്യേച്ചിയുടെ അടുത്തോട്ട് പോയത്. അവിടെ നമുക്ക് ഫോണിന്റെ ചാർജർ മാറ്റാണ്ട്, ദൃശ്യേച്ചിക്ക് ഫോൺ എന്തോ മാറ്റാണ്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലുട്ടിന് വാങ്ങിച്ച സംഭവം കല്ലുട്ടിന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ നമ്മൾ തുമ്പിക്ക് വാങ്ങിക്കാൻ വിട്ടുപോയി കൈസ്. അത് കാരണം തുമ്പിയുടെ മുഖമൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിഠായിക്ക് എന്തെങ്കിലും വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തന്നെ സെറ്റാക്കി കേട്ടോ. പിന്നെ നമ്മൾ നേരെ മുക്കത്തേക്ക് വിട്ടുട്ടോ. നമ്മൾ ഈ ഷോപ്പിക്ക് തന്നെയാണ് സ്ഥിരം വരാറ്. അപ്പോൾ ഞങ്ങൾക്ക് ചാർജർ മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വിട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മിഠായി ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമായിരുന്നു. നമുക്കല്ല ദൃശ്യേച്ചിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദൃശ്യേച്ചിനും കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ രണ്ടുപേരും നല്ല അലമ്പായിരുന്നു. അപ്പോൾ ആദർശേൻ്റെ ചീത്ത കേട്ടിട്ടാട്ടോ രണ്ടെണ്ണം നിൽക്കുന്നത്. പിന്നെ അല്ലോട്ടിന് ഡ്രസ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പൊന്നൂസും ദൃശ്യേച്ചിയും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ആദർശേനും ഈ ഒരു കൊട്ട വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ഒരു സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ ആഭ്യന്തര കുറ്റവാളി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സിനിമ തന്നെയായിരുന്നു. അങ്ങനെ സിനിമ കണ്ടിട്ട് നമ്മളിതേ ഇറങ്ങി തിരിച്ച് ദൃശ്യേച്ചിനെ വീട്ടിൽ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് വിളിച്ചപ്പോൾ വിഷമ വാതിലൊക്കെ തുറന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.